വീണ്ടും ആശങ്കയാവുകയാണ് കോവിഡ്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ജനം ടി വി തന്നെ പലതവണ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഈ കണക്കുകൾ വന്നിരിക്കുന്നു. ഭാരതമാകെ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് കേരളത്തിലാണ് എന്ന റിപ്പോർട്ട് വന്നതിന് ശേഷവും കേരളത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പോ ഇടപെടലോ ഉണ്ടായിരുന്നില്ല, നിസ്സംഗതയായിരുന്നു. പക്ഷെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്. പ്രധാന കാരണം ഒമിക്രോൺ JN.1-ന്റെ LF7 എന്ന വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എന്നാണ് അറിയുന്നത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണമുള്ളവർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീവ്രത കുറവാണ്. നമുക്കറിയാം, ഒമിക്രോൺ പടർന്നു പിടിച്ചപ്പോൾ തന്നെ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാപനം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൂടുതൽ രോഗികൾ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിൻ്റെ തീവ്രത കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ 8 മരണം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്നതുകൂടി നമ്മൾ ശ്രദ്ധേയമായി നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റു രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം എന്ന കാര്യമാണ് നമ്മൾ ചാനലുകളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്തിൻ്റെ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ആരോഗ്യവകുപ്പ് ഒടുവിൽ ഇപ്പോൾ ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു, എന്താണ് പറയുന്നത്? വീണ, ഒടുവിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഒമിക്രോൺ JN.1 വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതിതീവ്ര വ്യാപന സ്വഭാവം ഇല്ലെങ്കിൽ പോലും സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത്. അതായത് ജാഗ്രത കുറവുണ്ടാവാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ഇതിൻ്റെ വ്യാപനശേഷി കൂടുതലാണെന്നാണ് പറയുന്നത്. എന്നാൽ പടർന്നു പിടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് വ്യാപനശേഷി കൂടുതലായത് വലിയ രീതിയിൽ ചിലപ്പോൾ അത് കൂടുതൽ പേരിലേക്ക് ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രത വേണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് വിവിധ രോഗങ്ങളുള്ളവർ, അതോടൊപ്പം തന്നെ ചുമ, തുമ്മൽ അടക്കമുള്ള ലക്ഷണങ്ങളോട് കൂടിയവരെല്ലാം നിർബന്ധമായും RT-PCR അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റും നടത്തണമെന്നാണ് പറയുന്നത്. അതിൽ ഗുരുതരമായ രോഗലക്ഷണങ്ങളൊക്കെ ഉള്ളവർ ഇത്തരത്തിൽ പനി അടക്കമുള്ളവ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് മാത്രമല്ല RT-PCR നിർബന്ധമായിട്ട് നടത്തണം. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ, ഇപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ്, ആ സാഹചര്യത്തിൽ ദുരിതാശ്വാസ മേഖലകളിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ താമസിക്കുന്നവർ അടക്കമുള്ളവർ ഈ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടുതൽ പേരിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എങ്കിൽ പോലും ജാഗ്രത കൈവിടാൻ പാടില്ല. നിർബന്ധമായും ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തണം. അങ്ങനെ ഒരു 15 ഇനം തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിൽ പൊതുവായി പറയുന്ന കാര്യങ്ങളെല്ലാം ഇതാണ്. ഈ രോഗവ്യാപനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിവ്യാപന ശേഷി ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ, അതായത് കോവിഡ് ടെസ്റ്റ് പൂർണ്ണമായും നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഒരു 15 ഇനം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നൽകുന്നത്. ഇതിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ്, അതായത് ഈ നിലവിൽ സംസ്ഥാനത്ത് രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശമെന്നും കൂടിയും ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുതിർന്നവരും പ്രായമായവരും അടക്കമുള്ളവർ ഈ ജാഗ്രത പാലിക്കണം. നേരത്തെ നമുക്ക് എങ്ങനെയാണോ കോവിഡിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത്, സമാനമായ തന്നെ രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കൈ കഴുകുക, സാനിറ്റൈസേഷൻ നിരന്തരമായി നടത്തുക, മാസ്ക് ധരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രായമായവരും അതോടൊപ്പം തന്നെ രോഗമുള്ളവരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണമെന്നൊരു നിർദ്ദേശം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ പോകുന്നവർ, അതോടൊപ്പം ആശുപത്രിയിലെ മറ്റ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരടക്കം എന്തായാലും മാസ്ക് പൂർണ്ണമായും ധരിക്കണമെന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പിൽ പറയുന്നതെങ്കിൽ പോലും ഈ കരുതൽ നിർദ്ദേശങ്ങളെല്ലാം, ഈ പുറപ്പെടുവിച്ചിരിക്കുന്ന കരുതൽ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരോഗ്യവകുപ്പ് ഇതിൽ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളോ നൽകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നായിട്ടൊരു നിർദ്ദേശം
നിർദ്ദേശവും അടങ്ങിയൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ജാഗ്രത കൈവിടാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ നമ്മൾ ഈ 2020 കോവിഡിൽ ആ കോവിഡിൻ്റെ പ്രസരണ സമയത്ത് അതിതീവ്ര വ്യാപന സമയത്ത് നമ്മൾ എന്തെല്ലാം കരുതൽ നിർദ്ദേശങ്ങൾ നടത്തിയിരുന്നോ, എന്തെല്ലാം ജാഗ്രതാ മുൻകരുതലുകൾ നമ്മൾ പാലിച്ചിരുന്നുണ്ടോ, അത്തരം ജാഗ്രതാ മുൻകരുതലുകളെല്ലാം പാലിക്കുകയും വേണം. ഏത് സമയത്തും ജില്ലയിലെ RT-PCR കേന്ദ്രങ്ങളിൽ ഈ ടെസ്റ്റ് നടത്തുവാനുള്ള സൗകര്യമുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർബന്ധമായും ഇത്തരം ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളോട് കൂടി ചുമ, പനി, തുമ്മൽ അടക്കമുള്ള രോഗലക്ഷണങ്ങളുള്ളവർ ഇത് നിർബന്ധമായും ഇത്തരം RT-PCR എടുത്തുകൊണ്ട് രോഗനിർണയം നടത്തണമെന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളും പറയുന്നുണ്ട്. അതായത് ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയായി കഴിഞ്ഞാൽ കൂടുതൽ ഈ മറ്റ് രോഗങ്ങളുള്ളവരിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒമിക്രോൺ വ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യസ്ഥിതി വഷളാകുന്നതിന് അടക്കമുള്ള കാരണമുണ്ടാകും. തടസ്സം അടക്കമുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത്തരം ഒരു സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകണം. തീവ്രത കുറവ് എന്ന് പറയുമ്പോഴും നമുക്ക് ആശങ്കയായി മാറുന്നത് ഈ കോവിഡ് മരണങ്ങളാണല്ലോ. ഇപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ, തീർച്ചയായും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് അത്. ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ 9 മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ആരോഗ്യവകുപ്പ് വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഈ തീവ്ര സ്വഭാവത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിൽ പോലും അതിൽ ഭയപ്പെടേണ്ട കാരണമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കേണ്ടത് ആരോഗ്യവകുപ്പ് തന്നെയാണ്. മാത്രമല്ല ഈ നിർദ്ദേശങ്ങളിലൊന്നും അത്തരത്തിൽ മരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇത്ര മരണം സംഭവിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊന്നും ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടില്ല. കേവലം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകൾ, സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ മരണങ്ങൾ ഉണ്ടാകുന്ന സാധ്യത അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് തന്നെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വർഷം തുടങ്ങിയതിന് ശേഷം തന്നെ നേരത്തെ 8 മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 9 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെയാണ് ഇത്തരത്തിൽ 4 മരണം കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചിലപ്പോൾ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ കരുതുന്നത്. കാരണം ഇത്രയും അധികം കേസുകൾ 1500-നടുത്ത കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആക്റ്റീവ് കേസുകളായി നിലനിൽക്കുന്നത്. രാജ്യത്തെ കോവിഡ് കേസുകൾ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കേരളത്തിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്രയും 1500 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ 9 മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് വേണം കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും അതിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നത്. മറ്റു നിർദ്ദേശങ്ങൾക്ക് ഈ മരണം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി തുടർന്ന് ആരോഗ്യവകുപ്പ് ഒരു ബുള്ളറ്റിനായി ഇറക്കുമെന്നോ അല്ലെങ്കിൽ ഇതുമായി വിശദീകരണം നൽകുമെന്നോ ആണ് കരുതുന്നത്. എന്തായാലും നിലവിലെ ജാഗ്രത കൈവിടാൻ പാടില്ല. കോവിഡ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒമിക്രോൺ വകഭേദമാണ് നിലവിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെല്ലാം കണ്ടുവന്ന ആ സമാനമായ രീതിയിലുള്ള ഒരു വകഭേദം തന്നെയാണ് സംസ്ഥാനത്തും വ്യാപിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോഴും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുന്നതാണ്. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പോലും ജാഗ്രത കൈവിടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാവരും മാസ്ക് ധരിക്കണം. അതായത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുള്ളവർ അവർ മാസ്ക് ധരിക്കണം. അതോടൊപ്പം തന്നെ പ്രായമായവർ, മറ്റ് രോഗലക്ഷണങ്ങളുള്ളവർ, ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരടക്കമുള്ളവർ, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ അടക്കമുള്ള ആളുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ മസ്റ്റായി മാസ്ക് ധരിച്ചിരിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ RT-PCR കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം RT-PCR എടുത്തുകൊണ്ട് രോഗനിർണയം നടത്തണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഓക്കെ, ശരി പ്രശാന്ത്. ഏതായാലും പനിയുള്ളവർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. പനിയുള്ളവർ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന്, ആൻറ്റിജൻ ടെസ്റ്റ് നടത്തണമെന്നത് നിർബന്ധമാണ്. അത് നെഗറ്റീവാണ് എങ്കിൽ RT-PCR ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്.